ഹായ് മക്കളെ, കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന വളരെ ചെറിയൊരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ഒന്നുമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എൻട്രൻസിന് ഏറ്റവും കൺസോളിഡേറ്റഡ് ഫോമിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ ക്ലാസ്സുകൾ സമ്മാനിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് ഓർത്തെടുക്കുന്നതിന് വേണ്ടി ജസ്റ്റ് 1.5 വീഡിയോ കണ്ടുവിട്ടേക്കുക. നിങ്ങളൊരു +2 വിദ്യാർത്ഥിയാണ്, ആദ്യമായി എൻട്രൻസ് എഴുതാൻ പോവുകയാണ്, അല്ലെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സിനെ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്, അതല്ലെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സ് മുമ്പ് പഠിച്ചതൊന്നും നിങ്ങൾക്ക് റെഡിയായിട്ടില്ല എങ്കിൽ നിർബന്ധമായും പേനയും പെൻസിലും നോട്ട്ബുക്കും എല്ലാം എടുത്ത് കൃത്യമായി ഞാൻ പറയുന്ന ഓരോ പോയിന്റും ഈച്ച് ആൻഡ് എവറി പോയിന്റ് എഴുതിയെടുത്ത് മാത്രം മുന്നോട്ട് പോവുക. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, നമ്മുടെ ഉദ്ദേശം അവൈലബിളായ സമയം കൊണ്ട് മാക്സിമം പെർഫോമൻസ് കാണിക്കുക എന്നുള്ളതാണ്. വരാനിരിക്കുന്ന പരീക്ഷയിൽ, നീറ്റ് പരീക്ഷയിൽ, വരാനിരിക്കുന്ന കീമു പരീക്ഷയിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ മാക്സിമം പെർഫോമൻസ് കാണിക്കുക. അത് ചിലപ്പോൾ 100% പെർഫോമൻസ് ആയിക്കൊള്ളണമെന്നില്ല. നീറ്റിന് ആവശ്യമുള്ള 100% പെർഫോമൻസ് എന്ന് പറയുന്നതും നമുക്ക് സാധിക്കുന്ന മാക്സിമം പെർഫോമൻസ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്നത് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ്. അതിനി ഇതാണ് പണി. നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇതൊക്കെയാണ്. പൊന്നുമക്കളെ, CM അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്. ഓരോ വർഷവും ലിമിറ്റഡ് സീറ്റുകളിലേക്ക് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാറുണ്ട്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മറ്റു മുഴുവൻ ഡീറ്റെയിൽസും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു വർഷം ഇവിടെ 20-30% വിദ്യാർത്ഥികൾ MBBS നേടി പോകാറുമുണ്ട്. കഴിഞ്ഞ വർഷത്തെ ജെയുടെ, അതിനു മുമ്പത്തെ വർഷത്തെ ജെയുടെയും മലപ്പുറം ജില്ലയിലെ 1ാം റാങ്ക് CM അക്കാഡമി സ്റ്റുഡൻസിനാണ്. അപ്പം ഞങ്ങൾ വാർത്തെടുത്ത മക്കൾ നല്ല രൂപത്തിൽ റിസൾട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ടോക്കുകളും മറ്റു കാര്യങ്ങളും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അപ്പോൾ 2026 നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അത് നീറ്റ് ആണെങ്കിലും ശരി, JEE ആണെങ്കിലും ശരി, നിങ്ങൾക്ക് അടുത്ത വർഷം ഉണ്ടാക്കാൻ പറ്റിയതിൽ ഏറ്റവും മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുക ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴായിരിക്കും. കാരണം നിങ്ങളുടെ മാർക്ക് എത്ര എന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരിക. ബേസ് മുതൽ A to Z കാര്യങ്ങൾ, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും മാത്സ് ആയാലും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനപ്പുറം ഒരു സ്ഥാപനം ചെയ്യുന്നില്ലാത്ത മറ്റൊരു പരിപാടി ഞങ്ങൾക്കുണ്ട്. ഈ പഠിപ്പിച്ച സാധനം കുട്ടി വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത്. അതിനുവേണ്ടി 10, 200, 300 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഡേറ്റ് കൊടുത്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുമുണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്തു വരുന്നതിലൂടെയാണ് കൃത്യമായി ഞങ്ങൾക്ക് റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. കൂടുതൽ കഥ പറയുന്നില്ല, കെമിക്കൽ കൈനറ്റിക്സിലേക്ക് പോകാം. നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മോനെ, കെമിക്കൽ കൈനറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. റേറ്റ് ഓഫ് റിയാക്ഷൻ, സബ് ഹെഡിങ് എഴുതുക, റേറ്റ് ഓഫ് റിയാക്ഷൻ. മക്കളെ, ഞാനിവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോളൂ. A+2B gives 3C + ½ D. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന കെമിക്കൽ റിയാക്ഷൻ. എൻ്റെ ചോദ്യത്തിന് മറുപടി പറ മോനെ. ഇവിടെ 2 റിയാക്റ്റൻറ്റും 2 പ്രൊഡക്റ്റും ഇല്ലേ? അപ്പോൾ ടോട്ടലി റിയാക്ഷനിൽ ഇപ്പോൾ 4 ആളുകളില്ലേ? 4 ആളുകളുണ്ടെങ്കിൽ ഇയാളുടെ റേറ്റ് കാണാൻ എനിക്ക് 4 ഇക്വേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു 4 ഇക്വേഷൻസ് എനിക്ക് പോസിബിൾ ആണ്. അതെങ്ങനെയാണ് 4 ഇക്വേഷൻ പോസിബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായത്? ഇതിൽ 4 സ്പീഷീസ് ഉള്ളത് കൊണ്ട്. ഒരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് A, അടുത്തത് ഇൻ ടേംസ് ഓഫ് B, അടുത്തത് ഇൻ ടേംസ് ഓഫ് C, അടുത്തത് ഇൻ ടേംസ് ഓഫ് D. ഇങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻസ് വരിക. നോക്കൂ മോനെ, സൂക്ഷിച്ച്. ഈ A എന്ന് പറയുന്ന ആൾ റിയാക്റ്റൻ്റ് അല്ലേ? റിയാക്റ്റൻറ്റിൻ്റെ ടേമിൽ പറയുമ്പോൾ നിങ്ങൾ മൈനസ് പറയണം, മൈനസ് എന്നിടണം. സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയപ്പോൾ ഇവിടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ഒന്നും ഇല്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ 1 ആണെന്നാണല്ലോ അർത്ഥം. 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെ. ബാക്കി എല്ലായിടത്തും സെയിം ആണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അതിന് എല്ലായിടത്തും സെയിം ആണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇത് വെച്ച് ഞാൻ നിങ്ങളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. അപ്പം ശ്രദ്ധിച്ച് കണ്ടോ. ബിയുടെ ടൈമിലുള്ള റേറ്റ് എങ്ങനെയാണ് പറയുക? ബിയും റിയാക്റ്റൻ്റ് ആണ്, അതുകൊണ്ട് -2 എന്ന സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റിൻ്റെ റെസിപ്രോക്കൽ 1/2. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് B ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെയല്ല ഇക്വേഷൻ വരിക. അങ്ങനെയാണെങ്കിൽ സിയുടെ ടൈമിൽ എങ്ങനെയാണ് പറയുക? സി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് മൈനസ് അല്ല പ്ലസ് വേണം. സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റിൻ്റെ റെസിപ്രോക്കൽ 1/3 വേണം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് C ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. പഠിച്ചില്ലേടാ? 4 എന്ന് നോക്കിയിട്ട് D എന്ന് പറയുന്നവനും പ്രൊഡക്റ്റ് ആണ്, അപ്പോൾ മൈനസ് അല്ല പ്ലസ് വേണം.
1/2 റെസിപ്രോക്കൽ 2 എന്ന് വരും. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ കിട്ടിയാലും അതിലെ ഏതൊരാളെ വെച്ചും റേറ്റ് എഴുതേണ്ടത് ഈ രൂപത്തിലാണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഒന്നുകൂടെ ഒന്ന് കാണുക. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടേടാ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ എഴുതൂ. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഡിക്രീസ്ഡ് ഫ്രം എഴുതിക്കോട്ടടാ, ഡിക്രീസ്ഡ് ഫ്രം 0.05 molar to 0.02 molar within 100 seconds during Haber process. ഈ വാല്യൂസ് ഒന്നും സത്യമല്ല, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം തരികയാണ്. ഡ്യൂറിങ് ഹേബർ പ്രോസസ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ റേറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കാണുക. എടാ മോനെ, ആൻസർ പറയാൻ പോവാണേ. ഹേബർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ N2 + 3H2 gives 2NH3 ആണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞേ, ഈ റിയാക്ഷൻ്റെ റേറ്റ് കാണാൻ നമുക്ക് എത്ര ഇക്വേഷൻസ് പോസിബിൾ ആണ്? ഇവിടെ 2 റിയാക്റ്റൻ്റ് ഒരു പ്രൊഡക്റ്റും ടോട്ടൽ 3 ആളുകൾ ഉള്ളത് കൊണ്ട് 3 ഇക്വേഷൻസ് പോസിബിൾ ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ സംസാരിക്കുന്നത് ഹൈഡ്രജനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ ടേമിലുള്ള ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. റേറ്റ് ഈസ് ഈക്വൽ ടു, എന്നോട് പറ മോനെ, ഹൈഡ്രജൻ റിയാക്റ്റൻ്റ് ആണ്, സോ -2, 3യുടെ റെസിപ്രോക്കൽ 1/3 ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് എടുത്തെഴുതി. വാല്യൂ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു 1/3 -1/3. എടാ, ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ 0.05 നിന്ന് 0.02 ആയി മാറി എന്നല്ലേ പറയണേ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ചേഞ്ച് എത്ര? 0.05 0.02 ആകുമ്പോൾ ചേഞ്ച് 0.03 ആണെന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നും. പക്ഷെ അത് തെറ്റാണ്. ചേഞ്ച് -0.03 ആണ്. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, വലുതിൽ നിന്ന് ചെറുത് കുറക്കലല്ല. ചെറുതിൽ നിന്ന് വലുത് കുറക്കൽ, വലുതിൽ നിന്ന് ചെറുത് കുറക്കൽ അങ്ങനെയൊന്നുമല്ല. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഫൈനൽ വാല്യൂ എത്ര? 0.02 മൈനസ് ഇനീഷ്യൽ വാല്യൂ എത്ര? 0.05 ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം 100 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 100 എന്ന് തന്നെ ഞാൻ കൊടുത്തു. കുഞ്ഞുങ്ങൾ എന്നോട് പറ, 0.02 നിന്ന് 0.05 പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? -0.03 അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഉള്ള -1/3 അങ്ങനെ നിലനിർത്തി. -1/3 ഇൻറ്റു -0.03 ഡിവൈഡഡ് ബൈ 100. കുഞ്ഞുങ്ങളെ, മൈനസും കട്ടായി പോകും. ഇവിടുത്തെ 3യും ഇവിടുത്തെ 0.3യും കട്ടായി പോയാൽ ഇവിടെ 0.01 എന്ന് മാത്രം ബാക്കിയാവും. അപ്പോൾ എന്താ ഉണ്ടാവുക? 0.01 എന്ന് പറഞ്ഞാൽ 10⁻² എന്നാണ്. താഴെ കടന്ന 100 കൂടി മുകളിലേക്ക് പോയാൽ 10⁻². സോ ദി ആൻസർ ഈസ് 10⁻4 ഈസ് ദി കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതൊക്കെ മനസ്സിലാക്കിയിട്ട് വൃത്തിയായിട്ടൊന്ന് എഴുതിയെടുക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് മുതൽ ഒന്നുകൂടെ ഒന്ന് കാണുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്. കുഞ്ഞുങ്ങളെ, ഒരു കെമിക്കൽ റിയാക്ഷൻ ഞാൻ തരികയാണ്. A + 2B gives products. പ്രൊഡക്റ്റ് ആരാണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ നിങ്ങൾക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ ഇവിടെ എഴുതുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കടാ. റേറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഞാൻ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതിയേക്കുന്നത്? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁻² ഇൻറ്റു B⁻². അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയത്? എടാ, ഇതെനിക്ക് ഇവിടുന്ന് കിട്ടിയതല്ല, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തരും. ഒന്നിരിക്കൽ റിയാക്ഷൻ തരും, അതിൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ തരും. എടാ, എന്നിട്ട് നിന്നോട് ചോദിക്കുന്നത് ഓർഡർ ആണോ മോളിക്യുലാരിറ്റി ആണോ എന്ന് നിങ്ങൾ നോക്കണം. ഓർഡർ ആണോ മോളിക്യുലാരിറ്റി ആണോ ചോദിച്ചത് എന്ന് ബോധ്യപ്പെടണം. എടാ പൊന്നു മോനെ, ഒന്ന് ശ്രദ്ധിക്കടാ. ഓർഡർ ആണ് ചോദ്യമെങ്കിൽ നീ റിയാക്ഷനിലേക്ക് നോക്കരുത്. ഹലോ, ഓർഡർ ആണ് ചോദ്യമെങ്കിൽ റിയാക്ഷനിലേക്ക് നോക്കരുത്. റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് മാത്രം നോക്കുക. അപ്പോഴേ നിനക്ക് ഓർഡർ കിട്ടുള്ളൂ. ഓർഡർ കാണാനുള്ള എളുപ്പവഴി നിങ്ങൾക്കറിയാം. റേറ്റ് ലോ എക്സ്പ്രഷനിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ എത്രയാടാ? 1/2. ഇവിടെ എത്രയാടാ? 1/2. അപ്പോൾ 1/2 + 1/2 ആണ് ഓർഡർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? പക്ഷെ മോളിക്യുലാരിറ്റി ആണ് ചോദ്യമെങ്കിൽ നിങ്ങൾ റേറ്റ് ലോ എക്സ്പ്രഷനിലേക്കല്ല, റിയാക്ഷനിലേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ റിയാക്ഷനിലേക്ക് നോക്കിയാലാണ് നിനക്ക് മോളിക്യുലാരിറ്റി കിട്ടുക. മോളിക്യുലാരിറ്റി ഭയങ്കര സിമ്പിളാണ്.
റിയാക്ഷനിലെ റിയാക്റ്റൻ സ്പീഷീസുകളുടെ എണ്ണമാണ്. അപ്പോൾ ഇവിടെ എ എത്ര എണ്ണം ഉണ്ടടാ? 1 അല്ലേ? 1A + 2B അല്ലേടാ? അതിൻ്റെ ടോട്ടൽ സം എടുത്താൽ മതി. സോ ദി ആൻസർ ഈസ് 3. അപ്പോൾ ഓർഡറും മോളിക്കുലാരിറ്റിയും ഒന്നല്ല. ഓർഡർ കാണാൻ റേറ്റ് ലോ എക്സ്പ്രഷൻ അറിയണം, മോളിക്കുലാരിറ്റി കാണാൻ റിയാക്ഷനാണ് അറിയേണ്ടത് എന്ന് വൃത്തിയായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എടാ അവിടെ നമ്മൾ പബ്ലിക് എക്സാമിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചൊരു കാര്യം വീണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അപ്പോൾ ഓർഡറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും മോളിക്കുലാരിറ്റിയുടെ കുറച്ച് ഫീച്ചേഴ്സും ഞാനിവിടെ എഴുതും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. എടാ എല്ലാവരും എൻ്റെ കൂടെ തന്നെ എഴുതി പോയിക്കോ. ഓർഡറിൻ്റെ ഒന്നാമത്തെ വിശേഷമാണ് അയാൾ എക്സ്പെരിമെൻ്റലാണ്. ഓർഡർ എന്താണ് മോനെ? എക്സ്പെരിമെൻ്റലാണ്. ഓർഡറിൻ്റെ വാല്യൂ 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഫ്രാക്ഷണൽ ആവാം. ഇതാണ് അടുത്ത പോയിന്റ്. ഓർഡറിൻ്റെ വാല്യൂ 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഫ്രാക്ഷണൽ ആവാം. അടുത്ത പോയിന്റ്, ഓർഡർ ആപ്ലിക്കബിൾ ഫോർ ആർക്കെല്ലാം ആപ്ലിക്കബിൾ ആണ്? സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസിനും മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസിനും ഓർഡർ പറയാൻ പറ്റും. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസിന് മാത്രമല്ല, മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസിനും ഓർഡർ ഉണ്ട്. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസിനും ഓർഡർ പറയാം, മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസിനും ഓർഡർ പറയാം. അടുത്ത പോയിന്റ് നോക്കിക്കോ. മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണെങ്കിൽ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരുപാട് സ്റ്റെപ്പുകളിൽ നടക്കുന്നത്. അപ്പോൾ ഏത് സ്റ്റെപ്പിൻ്റെ വേഗത നോക്കിയിട്ടാണ് നമ്മൾ ആ മൊത്തം റിയാക്ഷൻ്റെ റേറ്റിനെ അല്ലെങ്കിൽ വേഗതയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ 5 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓവറോൾ റിയാക്ഷൻ്റെ റേറ്റ് നമ്മൾ പറയുക. അപ്പം നോക്കിയാൽ ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പെരിമെൻ്റലാണ്. 0 ആവാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, ഫ്രാക്ഷണൽ ആവാം. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസിനും മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസിനും ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ഇൻ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഈസ് ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. എന്നാൽ മോളിക്കുലാരിറ്റിയിൽ കേട്ടോ, മോളിക്കുലാരിറ്റി പ്യുവർലി തിയററ്റിക്കലാണ്. മോളിക്കുലാരിറ്റി എന്താണ്? തിയററ്റിക്കലാണ്. മോളിക്കുലാരിറ്റി എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരുള്ളൂ. 0 ആവില്ല, നെഗറ്റീവ് ആവില്ല, ഫ്രാക്ഷണൽ 1/2, 2/3 ഈ വക പരിപാടികളൊന്നും ആവില്ല. പോസിറ്റീവ് ഹോൾ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസ് ഓൺലി. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസിൽ മാത്രമേ മോളിക്കുലാരിറ്റി വരുള്ളൂ. ഡീലാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. എടാ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. റേറ്റ് കോൺസ്റ്റൻറ്റിനെ കെ എന്നാണല്ലോ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ആരാടാ? റേറ്റ് കോൺസ്റ്റൻറ്റ് എന്നൊരു പേരുണ്ട്, അല്ലെങ്കിൽ അതിനെ സ്പെസിഫിക് റേറ്റ് എന്നും പേരുണ്ട്. പഠിച്ചു വെച്ചോ, സ്പെസിഫിക് റേറ്റ് എന്നും പേരുണ്ട്. റേറ്റ് കോൺസ്റ്റൻറ്റ് ഓർ സ്പെസിഫിക് റേറ്റ്. കുഞ്ഞുങ്ങളെ അതിൻ്റെ യൂണിറ്റ് ഹൃദയത്തിൽ അങ്ങോട്ട് എഴുതി വെച്ചോളണേ, കൊത്തി വെച്ചോളണേ മോനെ. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. മരിച്ചാലും മറക്കരുത്, എഴുതിയെടുത്ത്. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. ഇവിടെ n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ. അപ്പം നിന്നോട് 0 ഓർഡർ റിയാക്ഷൻ്റെ കെയുടെ യൂണിറ്റ് ചോദിച്ചാൽ 0 ഓർഡർ ആണല്ലോ, എന്നിൻ്റെ വാല്യൂ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എല്ലാം എന്നിൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മോൾ റേസ് ടു 1 - 0 1, ലിറ്റർ റേസ് ടു 0 - 1 -1, സെക്കൻഡ് റേസ് ടു -1 എന്ന ആൻസർ കിട്ടും. മനസ്സിലായില്ലേടാ? അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ n = 2 എന്നല്ലേടാ വരിക. അപ്പോൾ എന്ത് ചെയ്യണം? എന്നിൻ്റെ വാല്യൂ ഒക്കെ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മോൾ റേസ് ടു 1 - 2 എന്ന് പറഞ്ഞാൽ മോൾ റേസ് ടു -1, ലിറ്റർ റേസ് ടു 2 - 1 1, സെക്കൻഡ് റേസ് ടു -1. എടാ നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ഒന്ന് കണ്ടെത്തുക. സോ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ സെക്കൻഡ് റേസ് ടു -1 എന്ന് മാത്രം വരും. അതൊന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. എടാ മോനെ, ഈ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ ഇനി ഞാൻ ഈ സ്ലൈഡിൽ എഴുതാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ്. ഈ ചാപ്റ്ററിൽ ഒരു 30 to 40% ക്വസ്റ്റ്യൻസിലും ഉണ്ടാവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ എല്ലാവരും ഐശ്വര്യമായിട്ടൊന്ന് ഹെഡിങ് എഴുതിക്കേടാ.
സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് ഹെഡിങ് എഴുതൂ. സീറോ ഓർഡർ റിയാക്ഷൻ. എടാ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷനാണ് ആദ്യം പഠിക്കേണ്ടത്. കെ ഈസ് ഈക്വൽ ടു R0 മൈനസ് RT ഡിവൈഡഡ് ബൈ ടി. എല്ലാവരും ബോക്സിലാക്കി വെച്ച് റേറ്റ് ലോ എക്സ്പ്രഷൻ, ഐ മീൻ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു R0 മൈനസ് RT ഡിവൈഡഡ് ബൈ ടി. ഒരിക്കലും മറക്കരുത്, സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷനാണ്. എല്ലാവരും എഴുതിയെടുത്തോ. ഇതൊക്കെ വെച്ച് ഞാൻ ക്വസ്റ്റ്യൻ തരും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എന്താണെടാ R0? R0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷനാണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷനാണ്. എന്താണ് RT? RT എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷനാണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ആണ്. ടൈം ടേക്കൺ. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷനാണ്. ഹാഫ് ലൈഫ് ഈസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ 2K. ബോക്സിലാക്കി വെച്ചോ. ഹാഫ് ലൈഫ് ഈസ് ഈക്വൽ ടു R0 ഡിവൈഡ് ബൈ 2K. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ R0 ഡിവൈഡ് ബൈ 2K ആണ്. ശരിക്കും പഠിച്ചോളണം. എടാ ടി 100% ആണ് അടുത്തത് പറയുന്നത്. എന്താണ് ഈ 100%? അതായത് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടന്ന് തീരാൻ എത്ര സമയമെടുക്കും? ഒരു റിയാക്ഷൻ സീറോ ഓർഡർ റിയാക്ഷൻ ആണ്, 100% കംപ്ലീറ്റ് ആവാൻ എത്ര സമയം എടുക്കും എന്നറിയോടാ? R0 ഡിവൈഡഡ് ബൈ K. അപ്പോൾ സിമ്പിളായിട്ട് പഠിച്ചുകൂടെ മോനെ? ഹാഫ് ലൈഫ് R0 ഡിവൈഡ് ബൈ 2K ആണ്. 100% നടന്ന് തീരാൻ എടുക്കുന്ന സമയം R0 ഡിവൈഡഡ് ബൈ K ആണ്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് അതിൻ്റെ ഗ്രാഫാണ്. എടാ ഈ കെമിക്കൽ കൈനറ്റിക്സിലെ ഗ്രാഫുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? എല്ലാ ഗ്രാഫും ഒരുപോലെ ആയിരിക്കും. ആക്സിസും സ്ലോപ്പും മാത്രമേ മാറുള്ളൂ. അതായത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് 3 സ്ഥലത്താ ഗ്രാഫ് പറയുക. എല്ലായിടത്തും ഗ്രാഫിൻ്റെ സ്ട്രക്ചർ സെയിം ആയിരിക്കും. ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. പിന്നെ ഇങ്ങനെ ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഗ്രാഫ് ഉണ്ടാവുക. സീറോ ഓർഡർ റിയാക്ഷൻ ആവട്ടെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആവട്ടെ, അറീനിയസ് ഇക്വേഷൻ ആവട്ടെ, അവിടെ എല്ലാം ഞാനിത് സംസാരിക്കും. അപ്പോഴെല്ലാം ഓർത്ത് വെച്ചോ, എല്ലാത്തിൻ്റെയും ഗ്രാഫിൻ്റെ ഷേപ്പ് സെയിം ആണ്, ആക്സിസുകൾ മാറും. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും ഇവിടെ ടൈം ടേക്കണുമാണ് ആക്സിസിൽ ഉണ്ടാവുക. സ്ലോപ്പ് ആരാണ് എന്ന് കാണാതെ പഠിക്കണം. സ്ലോപ്പ് ഈസ് -K. മരിച്ചാലും മറക്കരുത്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -K. വെരി ഇമ്പോർട്ടൻറ്റ്. എടാ ഇവിടെയൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കൂടുതൽ അഭ്യാസങ്ങൾ കാണിക്കുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ ഒന്നും കാണിക്കാനില്ല. ഇത് നിങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരേ ഒരു പോംവഴി. പഠിച്ചുകൊണ്ടേയിരിക്കുക കുഞ്ഞുങ്ങളെ. എക്സാമ്പിൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ് സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ. ഓൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ആരാ വന്നേക്കണം നോക്കിയേ? ഓൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. എല്ലാ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനും. എന്താണ് ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്ന് 2 HCl ആകുന്നുണ്ട് ഇൻ പ്രസൻസ് ഓഫ് Hν. ഇൻ പ്രസൻസ് ഓഫ് Hν. എടാ Hν എന്ന് പറഞ്ഞാൽ എന്താ? സൺലൈറ്റ്. അപ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ എല്ലാം സീറോ ഓർഡർ റിയാക്ഷനാണ് എന്ന് വൃത്തിയായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. എടാ സീറോ ഓർഡർ റിയാക്ഷനെ കുറിച്ച് എന്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എനിക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ കുറിച്ചും പറയേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ഹെഡിങ് ഇതാണ് മോനെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എടാ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഇക്വേഷനാണ്. കുറച്ച് വലിയ ഇക്വേഷനാണ്, എല്ലാവരും ക്ഷമയോടൊന്ന് എഴുതിയെടുക്കൂ. K ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ T log R0 ഡിവൈഡഡ് ബൈ RT. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തിട്ട് ഹൃദയം വിശാലമാക്കി അതൊന്ന് ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തേടാ. റേറ്റ് ലോ, ഐ മീൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്നോടൊന്നും തോന്നല്ലേ മോനെ, 2 തവണ വായിച്ചു പഠിക്ക്. K ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ T log R0 ഡിവൈഡ് ബൈ RT. 2 തവണ പറയുമ്പോൾ നാവിൻ തുമ്പത്ത് വന്നോളും. K ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ T log R0 ബൈ RT. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഇക്വേഷൻസ് എഴുതിയെടുക്കുക എന്ന ചടങ്ങ് തീർക്ക്. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഇതേ താളത്തിലാണ്, ഹാഫ് ലൈഫാണ്. ഹാഫ് ലൈഫ് പഠിച്ചോട്ടോ. 0.693 ബൈ K ആണ്. 0.693 ബൈ K. നിങ്ങൾ ആ വാല്യൂവിനൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ് ആ പ്രത്യേകത എന്നറിയോടാ? മുകളിലുള്ളത് 0.693, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. താഴെയുള്ളത് K, ദാറ്റ് ഈസ് റേറ്റ് കോൺസ്റ്റൻറ്റ്. വിച്ച് മീൻസ് മുകളിലുള്ളതും താഴെയുള്ളതും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദിസ് വാല്യൂ ഈസ് എ കോൺസ്റ്റൻറ്റ്. അയാൾ മൊത്തത്തിലൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഇൻഡിപെൻഡൻ്റ് ഓൺ, ഇൻഡിപെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്.
കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? കാര്യം എന്താ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്നൊരു ടേം ഇതിൻ്റെ ഇക്വേഷനിലില്ല. പക്ഷേ സീറോ ഓർഡറിൽ അത് പറയാൻ പറ്റില്ല. T ½=R0/2K എന്ന കോൺസെൻട്രേഷൻ അനുസരിച്ച് ഹാഫ് ലൈഫ് മാറും. ഫസ്റ്റ് ഓർഡറിൽ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഹാഫ് ലൈഫ് മാറില്ല. അപ്പോൾ ഹാഫ് ലൈഫ് കിട്ടിയ സ്ഥിതിക്ക് T100% അല്ലടാ ഇനി കാണാൻ നിൻ്റെ മനസ്സ് തുടിക്കുന്നത്. കാണാതെ പഠിച്ചു വെച്ചോ, ഇൻഫിനിറ്റിയാണ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നെവർ എൻഡ്സ്. അത് കംപ്ലീറ്റ് നടന്ന് തീരാൻ എടുക്കുന്ന സമയം ഇൻഫിനിറ്റിയാണ്. വിച്ച് മീൻസ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഒരിക്കലും അവസാനിക്കില്ല. അതിങ്ങനെ ചെറിയ രൂപത്തിൽ അതിൻ്റെ റേറ്റ് സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു പോകുമെങ്കിലും അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണെങ്കിലും ഇറ്റ്സ് എക്സിസ്റ്റ് ദർ. ആ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതൊരിക്കലും എൻഡ് ചെയ്യില്ല എന്നതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ പ്രത്യേകത. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാഫാണല്ലോ കുഞ്ഞെ. ഗ്രാഫിനെ കുറിച്ച് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ്. ഗ്രാഫിൻ്റെ കോമഡി എന്താ? എല്ലാ ഗ്രാഫുകളും ഒരുപോലെയാണ്, ആക്സിസ് മാറുന്നാ പറഞ്ഞേ. എടാ ഇവിടുത്തെ ആക്സിസ് ടൈമാണ്, ഇവിടുത്തെ ആക്സിസ് ശ്രദ്ധിച്ചോ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. ദാറ്റ്സ് ദി ഡിഫറൻസ്. ആരാടാ? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. നേരത്തെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് മാത്രമായിരുന്നു. ഒരു കാര്യം കൂടി മാറും, സ്ലോപ്പിൻ്റെ വാല്യൂ മാറും. സ്ലോപ്പ് -K/2.303 എന്നാകും. നേരത്തെ എന്തായിരുന്നു? -K എന്ന് മാത്രമായിരുന്നു. ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ -K/2.303 എന്നാകും. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. അത് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലും നിങ്ങൾക്ക് കാണാം. ഇനി അതിൻ്റെ എക്സാമ്പിൾസിലേക്ക്, ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് ഹെഡിങ് എഴുതും മോനെ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് ഹെഡിങ് എഴുതും. എടാ മോനെ എല്ലാവരും ശ്രദ്ധിച്ചേ. A+2B gives products എന്ന് ഞാൻ ജനറലി ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നു എന്ന് വെറുതെ വിചാരിക്കുക. ഇയാളെക്കുറിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ സിമ്പിളായിട്ട് എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B⁻². അതായത് എന്താണോ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ് അത് നേരെ പവറായിട്ട് എടുത്ത് എഴുതിയാൽ മതി. എപ്പോൾ ഒരു റിയാക്ഷനെക്കുറിച്ച് ക്വസ്റ്റ്യനിൽ മറ്റൊന്നും പറയുന്നില്ലെങ്കിൽ, റിയാക്ഷനെക്കുറിച്ച് വേറെ നിങ്ങൾക്ക് അറിവുകളൊന്നും പകർന്നു തരുന്നില്ലെങ്കിൽ എന്താണോ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ് അതെന്നെ പവറായിട്ട് എടുത്താൽ മതി. എന്തിനാണ് ഞാനിതിവിടെ പറഞ്ഞതെന്നറിയോ? അത് ഇതുമായിട്ട് ബന്ധമില്ല. ശ്രദ്ധിക്കുക, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. സപ്പോസ് ഒരു റിയാക്ഷൻ A+2B gives products എന്നാണെന്ന് വെറുതെ വിചാരിക്കുക. ഇതന്നെയല്ലേടാ ഞാൻ അവിടെ തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇയാളുടെ ഓർഡർ എത്രയാണ് എന്ന് തോന്നും. ഇവിടെ ഓർഡർ എത്രയാടാ? ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 2ഉം കൂട്ടിയാൽ ഇവിടുത്തെ ഓർഡർ നമുക്ക് 3 ആണ് എന്ന് തോന്നും. ഇവിടുത്തെ ഓർഡർ 3 ആണെന്ന് തോന്നും. കറക്റ്റാണ്. അവിടെ നമ്മൾ പഠിച്ച നിയമപ്രകാരം അതിൻ്റെ ഓർഡർ 3 ആണ്. പക്ഷേ ശ്രദ്ധിക്കണേ മോനെ, ഇതിലേതെങ്കിലും ഒരാൾ എക്സസ് ആണ് എന്ന് എടുത്തു പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ബി എന്ന് പറയുന്ന ആൾ ക്വസ്റ്റ്യനിൽ തരികയാണ്, അയാൾ എക്സസ് ആണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് വെറുതെ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമ്പോഴുള്ള ചേഞ്ച് ശ്രദ്ധിച്ചോ. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁻². അതിൽ ചേഞ്ച് ഒന്നുമില്ല. എയുടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ് അങ്ങനെ തന്നെ കൊടുക്കുക. പക്ഷേ കോൺസെൻട്രേഷൻ ഓഫ് B⁻0 എന്നാണ് വരിക. അപ്പം എന്താ ഞാനിവിടെ പറഞ്ഞ്, ഒരാളുടെ അളവ് എക്സസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞാൽ അയാളുടെ പവർ റേറ്റ് ലോ എക്സ്പ്രഷനിൽ 0 ആയിരിക്കും. വാട്ട് എവർ ബി ദി വാല്യൂ ഓഫ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ് ഇൻ ദി റിയാക്ഷൻ. റിയാക്ഷനിൽ അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ് വാല്യൂ എന്താണെങ്കിലും ശരി, റേറ്റ് ലോ എക്സ്പ്രഷനിൽ അതിൻ്റെ പവർ 0 ആയിരിക്കും. കുഞ്ഞെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ മോനെ. എടാ ഇതിൻ്റെ ഓർഡർ എത്രയാടാ? ഓർഡർ ഈസ് ഈക്വൽ ടു 1 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഓർഡർ 3 ആണ്, പക്ഷേ അതിൻ്റെ ഓർഡർ 1 ആണ്. അപ്പോൾ ഹയർ ഓർഡർ എക്സ്പെക്റ്റ് ചെയ്യുന്നു, പക്ഷേ ആക്ച്വൽ ഓർഡർ 1 ആണ് എന്നുള്ള ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ഓമനിച്ച് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പേര് വിളിച്ചത്. ആരാടാ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? സീംസ് ടു ബി ഹാവിങ് ഹയർ ഓർഡർ. വലിയ ഓർഡർ ആണെന്ന് തോന്നും, ബട്ട് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ. ശരിക്കും അതിൻ്റെ ഓർഡർ 1 ആയിരിക്കും. അങ്ങനത്തവനാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിന് എക്സാമ്പിൾ പഠിച്ചോട്ടെ മോനെ. എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു ക്രാഷിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും മിനിമൽ രൂപത്തിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഓൾ ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ്. ഓൾ ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ്. എടാ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, അതിലൊരു കമ്പോണൻറ്റ് വാട്ടറാണ്.
ഇപ്പം എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് ആണെന്ന് വെറുതെ വിചാരിച്ചോ. അപ്പോൾ എസ്റ്ററിലേക്ക് വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് എന്താ കിട്ടണമെന്നുള്ളത് എന്തോ ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. നമുക്കറിയാം ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കിട്ടും എന്നൊക്കെ അറിയാം. പക്ഷേ ഞാൻ ഇപ്പോൾ അതല്ലല്ലോ ചർച്ച. എടാ, കെമിക്കൽ കൈനറ്റിക്സിൽ ഇവിടെ വാട്ടർ ആഡ് ചെയ്യുന്നു. ഒരു കാര്യം പഠിച്ചു വെച്ചോ, എല്ലാ ഹൈഡ്രോളിസിസ് റിയാക്ഷനിലും വാട്ടറിൻ്റെ അളവ് എക്സസ് ആയിരിക്കും. എല്ലാ ഹൈഡ്രോളിസിസ് റിയാക്ഷനിലും വാട്ടറിൻ്റെ അളവ് എക്സസ് ആയിരിക്കും. അപ്പോൾ നമ്മളെങ്ങനെയാണ് റേറ്റിലെ എക്സ്പ്രഷൻ എഴുതുക? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ റേസ് ടു 1. എസ്റ്ററിൻ്റെ പവറായിട്ട് 1 ഉണ്ടാകും. H2O റേസ് ടു 0 ആയിരിക്കും. അപ്പോൾ ഓർഡർ എത്ര? 1 അല്ലട ഓർഡർ വരിക. നമ്മൾ പ്രതീക്ഷിച്ചു 1 + 1 2 ആണ് ഓർഡർ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ. ദാറ്റ്സ് വൈ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓൾ ടൈപ്സ് ഓഫ് ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓർത്ത് വെച്ചോ. ഇന്ന് നിന്നോട് എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് പറഞ്ഞു, നാളെ നിന്നോട് സുക്രോസിൻ്റെ ഹൈഡ്രോളിസിസ് പറഞ്ഞു. പേടിക്കണ്ട മോനെ, എല്ലാ ഹൈഡ്രോളിസിസ് റിയാക്ഷൻസും സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ഇൻഡെപ്തിൽ ചർച്ച ചെയ്യാതെ ഞാൻ നിന്നോട് പെരിഫറലായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. വെറുതെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. മക്കളെ, ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കുന്നവർ ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാനും നിൽക്കരുത്. എടാ, എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ആണെങ്കിലാണ് ഓർഡർ 1 എന്നും ഇൻ പ്രസൻസ് ഓഫ് ബേസ് ആണെങ്കിൽ ഓർഡർ 2 ആണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ അതൊക്കെ പാടെ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആക്കാത്തതാണ്. ഞാൻ പറഞ്ഞു അവൈലബിൾ ടൈം കൊണ്ട് മാക്സിമം സ്കോർസ് ഉണ്ടാക്കാനുള്ള പണിയാണ് ഈ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. നെക്സ്റ്റ് നോക്കിക്കേടാ, നെക്സ്റ്റ്. അപ്പോൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടെമ്പറേച്ചർ, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് ഹെഡിങ് എഴുതുക. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് ഹെഡിങ് എഴുതുക. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് ഹെഡിങ് എഴുതുക. ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റാണ് നമുക്ക് അടുത്തതായിട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഒരു മിനിറ്റ് മക്കളെ, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിലേക്ക് ഞാൻ വരാം. നിങ്ങൾ ഹെഡിങ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വെട്ടുക. കാരണം എനിക്ക് അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റിലേക്ക് തിരിച്ചു വരാം. എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേടാ. എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ എഴുത്. K is equal to 2.3 into 10⁻⁻⁴ second inverse for a first order reaction. For a first order reaction. First order reaction. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെയുടെ വാല്യൂ 2.3 into 10⁻⁴ second inverse ആണ്. Calculate time taken to reduce the concentration of reactant from 0.7 molar to 0.4 molar. 0.7 molar to 0.4 molar. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എന്നിട്ട് വീഡിയോ പോസ് ചെയ്യുക. ക്വസ്റ്റ്യൻ 2 തവണ വായിച്ചിട്ട് നിങ്ങൾക്കിത് മനസ്സിലായോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസർ ഒറ്റക്കൊന്ന് കാണുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തേടാ, എന്നിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് കണ്ടേ. ഇനി നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കണം. കിട്ടിയിട്ടില്ലാത്തവർ നല്ലോണം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ 2.303/T log R0/RT ആണ്. ഇവിടെ നിന്നോട് ചോദിച്ചത് ടൈമാണ്. അപ്പോൾ T ഇങ്ങോട്ട് പോട്ടെ, K അങ്ങോട്ട് ഇറങ്ങട്ടെ. T is equal to 2.303/K. കെയുടെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞത്? 2.3 into 10⁻⁴ ആണെന്നല്ലേടാ പറഞ്ഞേ. ഇൻറ്റു ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.7 ഫൈനൽ കോൺസെൻട്രേഷൻ 0.4 അപ്പോൾ 0.7/0.4. കുഞ്ഞുങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേടാ. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ ലോഗുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ലോഗ് 0.7/0.4 എന്നതിനെ ലോഗ് 7/4 എന്ന് എനിക്ക് എഴുതിക്കൂടെ? മുകളിലുള്ള പോയിന്റും താഴെയുള്ള പോയിന്റും ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാ ഞാൻ അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കി. ലോഗ് A/B എന്ന ഫോർമാറ്റിലായില്ലേടാ. ലോഗ് A/B എന്ന് പറഞ്ഞാൽ ലോഗ് A മൈനസ് ലോഗ് B ആണെന്നും ഞാൻ നിങ്ങൾക്ക് ഇക്വിലിബ്രിയത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെച്ചോ. ലോഗ് A/B is equal to ലോഗ് A മൈനസ് ലോഗ് B ആണ് കുഞ്ഞ്. അപ്പോൾ ലോഗ് 7/4 is equal to ലോഗ് 7 മൈനസ് ലോഗ് 4. What is the value of log 7? That is 0.85. What is the value of log 4? That is 0.6. ഇതൊക്കെ ആര് പഠിപ്പിച്ചു? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു. എവിടെ പഠിപ്പിച്ചു? ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ പഠിപ്പിച്ചു. 0.85 നിന്ന് 0.6 പോയാൽ ബാക്കി 0.25 എന്നാണ് ആൻസർ വരിക. അപ്പോൾ ലോഗ് 0.7/0.4ൻ്റെ വാല്യൂ 0.25. എടാ 2.3 നോക്കി നിൽക്കില്ല, അവർ വെട്ടിമരിക്കും. 10⁻⁻⁴ മുകളിലേക്ക് പോയാൽ 10⁻⁴ ഇൻറ്റു log 0.7/0.4 that is 0.25.
ഇതിനർത്ഥം എന്താ? 4 പൊസിഷൻ അപ്പുറത്തേക്ക് പോയിന്റ് പോകട്ടെ. അപ്പോൾ 2 പോയിന്റ് പോയാൽ തന്നെ 25ആയി. 2 0 എക്സ്ട്രാ എടുത്തു. 2500 സെക്കൻഡ് ഈസ് ദി കറക്റ്റ് ആൻസർ. ഈ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കോൺസെൻട്രേഷൻ 0.7ൽ നിന്ന് 0.4 ആയി മാറാൻ 2500 സെക്കൻഡ് സമയമെടുക്കും എന്നാണ് അർത്ഥം. ഡീലല്ലേ മോനെ? വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് ഒന്ന് എഴുതിയെടുത്തേടാ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്തേ. K is equal to 4.6 into 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെയുടെ വാല്യൂ 4.6 into 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ്, ഇത് ശ്രദ്ധിക്കണേ, കാൽക്കുലേറ്റ് ടൈം ടേക്കൺ ഫോർ 75% completion of this reaction. 75% completion of this reaction. എല്ലാവരും ഒന്ന് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. 75% കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം എത്ര? പൊന്നുമോനെ, നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കണേ മക്കളെ. ഇവിടെ എനിക്ക് ചില സത്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഇവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്ര, ഫൈനൽ കോൺസെൻട്രേഷൻ എത്ര എന്ന് പച്ചക്ക് പറഞ്ഞിട്ടില്ല. പകരം ഒരു പേഴ്സൻറ്റേജ് ഒക്കെയാണ് കാണണേ. എടാ മോനെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഞാൻ ഈ പറയുന്ന അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. X% കംപ്ലീറ്റ് ആവുക എന്ന് ക്വസ്റ്റ്യനിൽ ഒരു വാക്കുണ്ടെങ്കിൽ, X% കംപ്ലീറ്റ് ആവുക എന്ന് ക്വസ്റ്റ്യനിൽ ഒരു വാക്കുണ്ടെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ വാല്യൂ 100 ആണെന്നും ഫൈനൽ കോൺസെൻട്രേഷൻ്റെ വാല്യൂ 100 - X ആണെന്നും നീ അസ്യൂം ചെയ്താൽ മതി. പെട്ടെന്ന് നിനക്ക് ആൻസർ കാണാൻ പറ്റും. എടാ, ഒരു പെർസെൻറ്റേജിൻ്റെ കണക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ വാല്യൂ 100 എന്നും ഫൈനൽ കോൺസെൻട്രേഷൻ്റെ വാല്യൂ 100 - X ആണെന്നും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമുക്ക് ടൈം പെട്ടെന്ന് കാണാൻ പറ്റും. ഇതിനെടുക്കുന്ന ടൈം അല്ലടാ ചോദിച്ചാൽ T is equal to 2.303 divided by Kയുടെ വാല്യൂ 4.6 into 10⁻³ into log concentration of reactant. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 divided by ഫൈനൽ കോൺസെൻട്രേഷൻ 100 - X. ഇവിടെ X എത്ര? 75%. അപ്പോൾ 100ൽ നിന്ന് 75 പോയാൽ ബാക്കി എത്ര? 25. പെട്ടെന്ന് കഴിഞ്ഞില്ലടാ. 100ഉം 25ഉം കട്ടായി പോയാൽ 4 വരൂലേ? log 4ൻ്റെ വാല്യൂ 0.6 അല്ലേ? അതൊക്കെ ഞാനവിടെ എഴുതി വെച്ചു. എടാ, 2.3ഉം 4.6ഉം കട്ടായി പോയാൽ താഴെ 2 എന്ന് വരും. അപ്പോൾ 1/2 into 10⁻³ മുകളിലേക്ക് പോയാൽ 10⁻³ കഴിഞ്ഞില്ലേ മോനെ? എടാ, ഈ 2ഉം 0.6ഉം കട്ടായി പോയാൽ ഇത് 0.3 എന്നായി. അപ്പോൾ 0.3 10⁻³ എന്ന 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സോ ദി ആൻസർ ഈസ് 300 സെക്കൻഡ്. കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലേ? ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്ഥലം മുതൽ ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും മനസ്സിലാകും. എനിക്ക് ഉറപ്പാണ്. ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റാണ് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എടാ മോനെ, ടെമ്പറേച്ചർ കൂടിയാൽ റേറ്റ് കൂടും. മനസ്സിലാക്കി വെക്കുക. ടെമ്പറേച്ചർ കൂടിയാൽ റേറ്റ് കൂടും. എഴുതി വെക്കുക. ടെമ്പറേച്ചർ കൂടിയാൽ റേറ്റ് കൂടും. അതിൻ്റെ റീസൺ എഴുതി വെക്കണേ. ടെമ്പറേച്ചർ കൂടിയാൽ റേറ്റ് കൂടുന്നതിൻ്റെ റീസൺ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻ. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻ. പഠിച്ചു വെച്ചോ. അപ്പോൾ കെമിസ്ട്രിയിലടാ ഒരു റിയാക്ഷൻ നടക്കുന്നത് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ ആ കൊളൈഡ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടും. അങ്ങനെയാണ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നത്. ഒരു തിയറി പോയിന്റ് എന്നുള്ള നിലക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. എടാ, ഇനി ഈ പോയിന്റ് എല്ലാവരും സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ച്. ഫോർ ഈച്ച് 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ്, എല്ലാ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസിനും ഈച്ച് 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് റേറ്റ് ബിക്കംസ് ഡബിൾ. ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും റേറ്റ് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ 10 ഡിഗ്രിയിലാണെങ്കിൽ 20 ഡിഗ്രിയിലേക്ക് മാറി റേറ്റ് ഡബിൾ ആകും. 20 ഡിഗ്രിയിലുള്ള 30 ഡിഗ്രിയിലേക്ക് മാറി റേറ്റ് വീണ്ടും ഡബിൾ ആകും. 30 ഡിഗ്രി 40 ഡിഗ്രി ആക്കിയാൽ റേറ്റ് വീണ്ടും ഡബിൾ ആകും. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ എഴുത്. റേറ്റ് അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ് ഈസ് എക്സ്. 10 ഡിഗ്രി സെൽഷ്യസിലുള്ള റേറ്റ് എക്സ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റേറ്റ് അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദി റേറ്റ് അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ്? 10 ഡിഗ്രി സെൽഷ്യസിൽ എക്സ് ആണ് റേറ്റ്. 50 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ് റേറ്റ് എന്നതാണ് ക്വസ്റ്റ്യൻ. എടാ മോനെ,
ഞാനും ചോദിക്കട്ടെ, 10 ഡിഗ്രി സെൽഷ്യസിലെ റേറ്റിൻ്റെ വാല്യൂ എക്സ് ആണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസിൽ റേറ്റിൻ്റെ വാല്യൂ അതിൻ്റെ ഡബിൾ ആകൂലടാ, 2x ആകും. ക്ലിയർ അല്ലേ? ഓരോ 10 ഡിഗ്രിയിലും ഡബിൾ ആകും. 30 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴോ, 30 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വീണ്ടും ഡബിൾ ആകും, 4x ആകും. ശ്രദ്ധിക്കുക, 3x അല്ല, ഡബിൾ ആവണേ, 4x ആകും. അപ്പം 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയാലോ, അത് 4ൻ്റെയും ഡബിൾ 8x ആകും. 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ഞാൻ ചൂടാക്കി എത്തുന്നതെങ്കിൽ 16x ടൈംസ് ആകും. ക്ലിയർ അല്ലേടാ? 16 ടൈംസ് ഓഫ് എക്സ് ആകും. ഓരോ 10 ഡിഗ്രിയിലും എന്ത് കൂടും? റേറ്റ് ഡബിൾ ആകും. ഓർത്തു വെച്ചോ. എടാ, എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഫ്രീക്വൻ്റ്ലി ആസ്കിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു റിയാക്ഷനെ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയാൽ റേറ്റ് എത്ര ടൈംസ് ആകുമെന്ന്. അപ്പോൾ അതിനിപ്പോൾ പരീക്ഷാ ഹാളിൽ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താലും ഇവിടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും അതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഞാനാണ് പറഞ്ഞുതരാം, നിങ്ങളത് തട്ടിപ്പിൽ കാണാതെ പഠിച്ചു വെച്ചോ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലടാ? 10 ഡിഗ്രി സെൽഷ്യസിൽ റേറ്റ് ഇത്രയായിരുന്നു, 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ റേറ്റ് എത്രയായിരിക്കും? അപ്പോൾ നിങ്ങൾ വീണ്ടും ഇരുന്നിട്ട് 10 20 ആകുമ്പോൾ ഡബിൾ ആക്കണം, 20 30 ആകുമ്പോൾ വീണ്ടും ഡബിൾ ആക്കണം. നിങ്ങൾ അതിന് നിൽക്കണ്ട, പഠിച്ചു വെച്ചോ. 10 ഡിഗ്രിയിലുള്ളത് 100 ഡിഗ്രിയിലേക്ക് ആകുമ്പോൾ 10 ഡിഗ്രിയിൽ എക്സ് ആണെന്ന് വിചാരിക്കുക, 100 ഡിഗ്രിയിൽ 512x ആയിരിക്കും. കാണാൻ പഠിച്ചു വെച്ചോ. അപ്പോൾ 100 ഡിഗ്രി വരെ ചൂടാക്കുമ്പോൾ ഡബിളായി, ആദ്യം 2 ടൈംസ് ആയി, പിന്നെ 4 ടൈംസ് ആയി, പിന്നെ 8 ടൈംസ് ആയി, പിന്നെ 16 ടൈംസ് ആയി, പിന്നെ 32 ടൈംസ് ആയി, പിന്നെ 64 ടൈംസ് ആയി. അങ്ങനെ കൂട്ടി 10 ഡിഗ്രി 100 ഡിഗ്രി ആകുമ്പോഴേക്കും 512 ഇരട്ടിയായി മാറിയിട്ടുണ്ടാവും. പഠിച്ചു വെച്ചോ, 512 ഇരട്ടി. അപ്പോൾ അത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനൊന്നല്ല, അതൊരു ഐഡിയൽ വാല്യൂ ആയിട്ടാണോ പഠിച്ചു വെച്ചോ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മക്കളെ, അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റ് എഴുതി വെക്കും മോനെ. കാറ്റലിസ്റ്റ്. എടാ, കാറ്റലിസ്റ്റിൻ്റെ പണി എന്താടാ? കാറ്റലിസ്റ്റിൻ്റെ പണി ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓർക്കുന്നില്ലേ? റിയാക്ഷൻ്റെ റേറ്റ് കാറ്റലിസ്റ്റ് കൂട്ടും. എങ്ങനെയാണ് കൂട്ടുക? ബൈ ലോവറിങ് ആക്ടിവേഷൻ എനർജി. കാണാവിടിക്ക്. അപ്പോൾ കാറ്റലിസ്റ്റും ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടും, പക്ഷെ അതെങ്ങനെയാണ്? ബൈ ലോവറിങ് ആക്ടിവേഷൻ എനർജിയാണ്. എന്താണ് ആക്ടിവേഷൻ എനർജി എന്നുള്ള കഥകളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് അറീനിയസ് ഇക്വേഷനാണ്. ഹെഡിങ് എഴുതുക, അറീനിയസ് ഇക്വേഷൻ. മരിക്കണ സമയത്ത് ഞാൻ നിന്നോട് ചോദിക്കും, മോനെ എന്താണ് അറീനിയസ് ഇക്വേഷൻ എന്ന്. ആ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. K = AE⁻⁻ ഡിവൈഡഡ് ബൈ RT. എല്ലാവരും ഒന്ന് എഴുതി വെച്ച്. K = AE⁻⁻ ഡിവൈഡഡ് ബൈ RT. എടാ, 2 തവണ ഒന്ന് പറഞ്ഞേ. K = AE⁻⁻ ഡിവൈഡഡ് ബൈ RT. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ടേം ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളണം. K ആരാണടാ? റേറ്റ് കോൺസ്റ്റൻറ്റ്. K ആരാണ്? റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. A ആരാണടാ? A അറീനിയസ് കോൺസ്റ്റൻ്റ് ആണ്. അറീനിയസ് കോൺസ്റ്റൻ്റ്. E ആരാണടാ? E എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. EA ആണ് ആക്ടിവേഷൻ എനർജി. ആരാണ് കുഞ്ഞെ? ആക്ടിവേഷൻ എനർജിയാണ്. R നിങ്ങൾക്കറിയാം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഫൈനലി T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. പ്രത്യേകത, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഇൻ കെൽവിൻ ആയിരിക്കണം. ഡിഗ്രി സെൽഷ്യസിലാണ് തന്നെന്നുണ്ടെങ്കിൽ കെൽവിനിലേക്ക് മാറ്റണം. ആൻഡ് വൺ മോർ തിങ്, എടാ, ഈ അറീനിയസ് ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനൊന്നും ചോദിക്കില്ല. ഇതിൻ്റെ ലോഗരിതമിക് ഫോം വെച്ചിട്ട് ആക്ടിവേഷൻ എനർജിയുടെ കാൽക്കുലേഷനെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അത് ഞാൻ വേറെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിപ്പിച്ചു തരും. അപ്പോൾ ഇപ്പോൾ ഞാനിത് പഠിപ്പിച്ചത് എന്തിനാ? അറീനിയസ് ഇക്വേഷനിൽ ഓരോ ടേമുകളും ഏതാണ് എന്ന് പറയുന്നിടത്ത് വല്ല സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ വല്ല തെറ്റും പറ്റിച്ചിട്ടൊക്കെ ഇത് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിൻ്റെ ഗ്രാഫ് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അറീനിയസ് ഇക്വേഷൻ്റെ ഗ്രാഫ് എന്തായാലും അറിയണം. ഇതറിയാതെ നീ പരീക്ഷാ ഹാളിലേക്ക് കയറണ്ട. നിന്നോട് ഞാൻ പറഞ്ഞു, എടാ, കെമിക്കൽ കൈനറ്റിക്സിൽ ഒറ്റ ടൈപ്പ് ഗ്രാഫേ നീ ഇപ്പോൾ പഠിക്കേണ്ടതുള്ളൂ. ഗ്രാഫിൻ്റെ ഷേപ്പിങ്ങിനായിരിക്കും. ആക്സിസ് ശ്രദ്ധിക്കുക, ഇവിടെ 1/t ആണ്, ഇവിടെ log k ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 1/tയും log k യുമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്.
മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ കഴിഞ്ഞു. മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ. ഇതാണ് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്നതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഗ്രാഫ് പഠിച്ചു, ആക്സിസ് പഠിച്ചു, അതിൻ്റെ സ്ലോപ്പ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ ആക്ടിവേഷൻ എനർജി എന്നതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ആക്ടിവേഷൻ എനർജി എല്ലാവരും സബ് ഹെഡിങ് എഴുതുക. ആക്ടിവേഷൻ എനർജി റെപ്രസെൻറ്റഡ് ആസ് ഇ എ. ആക്ടിവേഷൻ എനർജി ഇ എ. കുഞ്ഞുങ്ങളെ, ഞാൻ അതിനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുകയാണ്. ഞാനടാ ഒരു ഗ്രാഫിൻ്റെ ആക്സിസ് വരച്ചു. ഈ ആക്സിസിൽ എനർജി ആണെന്ന് വെറുതെ വിചാരിക്കുക. ഞാൻ റിയാക്റ്റൻ്റാ. എൻ്റെ ഇതാ നോക്കിക്കോ, റിയാക്റ്റൻ്റ് ആണ്. എൻ്റെ എനർജിയാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇത് 100 ജൂളാണ്. അപ്പോൾ ഇതാരാ? റിയാക്റ്റൻറ്റിൻ്റെ എനർജിയാണ്. ഞാനാരാടാ? റിയാക്റ്റൻ്റ് ആണ്. എനിക്ക് നിലവിലുള്ള എനർജി 100 ജൂളാണ്. അതാണ് ഞാൻ എനർജി ഓഫ് റിയാക്റ്റൻ്റ് 100 ജൂൾ എന്ന് കാണിച്ചേക്കുന്നത്. എല്ലാ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റായി മാറാനല്ലേടാ ശ്രമിക്കുക. അപ്പം ഞങ്ങളൊക്കെ ഈ റിയാക്റ്റൻറ്റുകളൊക്കെ പ്രൊഡക്റ്റായി മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഇയാളുടെ എനർജി ആദ്യം ഒന്ന് കൂടിയിട്ട് കുറയണം. ആദ്യം ഒന്ന് നല്ലോണം കൂടണം, എന്നിട്ട് കുറയും. അപ്പോൾ ആ കൂടിയിട്ട് എത്തുന്നൊരു മാക്സിമം വാല്യൂ ഇല്ലേടാ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ത്രഷോൾഡ് എനർജി എന്നാണ്. എന്താണ് മോനെ? ത്രഷോൾഡ് എനർജി. ആ ത്രഷോൾഡ് എനർജി ഒരു 1000 ജൂൾ ആണെന്ന് വെറുതെ വിചാരിക്കുക. അപ്പോൾ കഥയൊന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണേ. ഞാൻ റിയാക്റ്റൻ്റ് ആണ്. എനിക്ക് ഓൾറെഡി 100 ജൂൾ എനർജി ഉണ്ട്. എനിക്ക് പ്രൊഡക്റ്റായി മാറണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള 100 ജൂൾ എനർജി ഇനി 1000 മാറണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ മോനെ, എൻ്റെ അടുത്ത് ഓൾറെഡി 100 ഉണ്ടല്ലോ, എനിക്കിതിനി 1000 മാറാൻ എക്സ്ട്രാ എനിക്ക് എത്രയാണ് ഇനി കിട്ടേണ്ടത്? എക്സ്ട്രാ കിട്ടേണ്ടത് 900 അല്ലേടാ. ഓൾറെഡി 100 എൻ്റെ കയ്യിൽ 100 ഉണ്ട്. ഇനി അത് 1000 ആവാൻ എക്സ്ട്രാ എത്ര വേണ്ടതടാ? 900 അല്ലേ. ആ 900-നെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പേര് പറയുക. അപ്പോൾ ഇവിടെ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാതെ പറഞ്ഞു. റിയാക്റ്റൻറ്റിൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു എനർജി ഉണ്ട്. ഇനി ത്രഷോൾഡ് എനർജി ആയി മാറാൻ എക്സ്ട്രാ ഉണ്ടായിരിക്കേണ്ട എനർജി, അതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പേര് വിളിക്കുക. ഇവിടെ അതിൻ്റെ വാല്യൂ 900 ജൂളാണ്. അപ്പോൾ എന്താണ് ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ? ഡെഫിനിഷൻ എഴുതി വെച്ചോ. ആക്ടിവേഷൻ എനർജിയുടെ ഡെഫിനിഷൻ എല്ലാവരും എഴുതി വെച്ചോ. എന്നിട്ട് ഈ ചിത്രം ഒന്ന് വരച്ച് കാണിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ മിനിമം എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഷുഡ് ഹാവ് ഫോർ എ റിയാക്റ്റന്റ് മോളിക്യൂൾ ടു കൺവേർട്ട് ഇൻ ടു പ്രൊഡക്റ്റ്. എഴുതിക്കടാ. മിനിമം എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഷുഡ് ഹാവ് ഫോർ എ റിയാക്റ്റന്റ് മോളിക്യൂൾ ടു കൺവേർട്ട് ഇൻ ടു പ്രൊഡക്റ്റ്. ഒരു റിയാക്റ്റന്റ് മോളിക്യൂളിന് പ്രൊഡക്റ്റായി മാറാൻ എക്സ്ട്രാ അയാൾക്ക് കിട്ടേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പേര് പറയുക. ആ ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ത്രഷോൾഡ് എനർജിയിൽ നിന്ന് എനർജി ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് ചെയ്താൽ മതി. ത്രഷോൾഡ് എനർജി 1000 അതിൽ നിന്ന് എനർജി ഓഫ് റിയാക്റ്റൻറ്റ് 100 മൈനസ് ചെയ്താലല്ലേ ആ ഡിഫറൻസ് മനസ്സിലാവുക. അപ്പോൾ ആക്ടിവേഷൻ എനർജി കാണാൻ ത്രഷോൾഡ് എനർജിയിൽ നിന്ന് എനർജി ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് ചെയ്താൽ മതി. എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ബോർഡിലുള്ളതെല്ലാം നിൻ്റെ നോട്ടിലുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തിക്കേടാ. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. എ ഗീവ്സ് ബി എന്ന് പറയുന്നൊരു റിയാക്ഷൻ, അതേ റിയാക്ഷൻ ബാക്ക്വേർഡും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണല്ലോ. എടാ, ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഫോർവേഡ് ഡയറക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി ഈ ഫോർവേഡ് എന്നും, ബാക്ക്വേർഡ് റിയാക്ഷൻ രണ്ട് റിയാക്ഷൻസ്, ഒന്ന് ഫോർവേഡ് ഒന്ന് ബാക്ക്വേർഡ്, രണ്ടിനും അപ്പോൾ ആക്ടിവേഷൻ എനർജി ഉണ്ടാകും. ഫോർവേഡിൻ്റെ ആക്ടിവേഷൻ എനർജി ഈ ഫോർവേഡ്, ബാക്ക്വേർഡിൻ്റെ ആക്ടിവേഷൻ എനർജി ഈ ബാക്ക്വേർഡ്. ഇങ്ങനെ രണ്ടായിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഫോർവേഡിൻ്റെ ആക്ടിവേഷൻ എനർജിയാണോ ബാക്ക്വേർഡിൻ്റെ ആക്ടിവേഷൻ എനർജിയാണോ വലുത് എന്നാണ് എൻ്റെ ചോദ്യം. ചോദ്യം മനസ്സിലായില്ലേ? ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഫോർവേഡും ബാക്ക്വേർഡും റിയാക്ഷൻസ് നടക്കുന്നു. ഫോർവേഡിന് വേണ്ട ആക്ടിവേഷൻ എനർജിയാണോ ബാക്ക്വേർഡിന് വേണ്ട ആക്ടിവേഷൻ എനർജി ആയിരിക്കോ വലുത്? മോനെ കേട്ടോളണേ. ഇൻ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ആ റിയാക്ഷൻ എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്നൊന്നും സ്പെസിഫൈ ചെയ്യാതെ വെറുതെ ഒരു റിയാക്ഷനെ കുറിച്ച് പച്ചക്ക് പറയുകയാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി ബാക്ക്വേർഡ് റിയാക്ഷനേക്കാൾ കൂടുതലാവാം. ബാക്ക്വേർഡിൻ്റെ ആക്ടിവേഷൻ എനർജി ഫോർവേഡിനേക്കാൾ കൂടുതലാവാം. ഫോർവേഡിനും ബാക്ക്വേർഡിനും ആക്ടിവേഷൻ എനർജി ഈക്വലും ആവാം. ഓൾ ആർ പോസിബിൾ. എപ്പോൾ? ജനറൽ ആണെങ്കിൽ ആ റിയാക്ഷൻ എൻഡോതെർമിക് ആണെന്നോ എക്സോതെർമിക് ആണെന്നോ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഇവരെല്ലാവരും പോസിബിളാണ്. എന്നാൽ ആ റിയാക്ഷൻ
എൻഡോതെർമിക് ആണ് എന്ന് എടുത്തു പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻഡോതെർമിക് ആണെന്ന് മനസ്സിലാകുന്ന എന്തെങ്കിലും സൂചന തന്നാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി വലുതായിരിക്കും. പഠിച്ചു വെച്ചു. അതുപോലെ എക്സോതെർമിക് ആണെന്ന് എടുത്തു പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി വലുതായിരിക്കും. ഓർത്തു വെച്ചോ മോനെ. അപ്പോൾ ഈ റിലേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോ. ജനറലി എന്തുമാവാം, എൻഡോതെർമിക് ആണെങ്കിൽ ഫോർവേഡ് വലുതും എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് വലുതുമായിരിക്കും. ക്ലിയർ അല്ലേടാ? ഫൈനലി നമുക്കൊരു കാര്യം പഠിക്കാനുള്ളത് കാൽക്കുലേഷൻ ഓഫ് ആക്ടിവേഷൻ എനർജിയാണ്. എഴുതിയെടുക്കൂ, കാൽക്കുലേഷൻ ഓഫ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി എത്ര എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ പ്രകാരമാണ്. കാണാതെ പഠിക്കൂ. ലോഗ് K2 ഡിവൈഡഡ് ബൈ K1 ഈസ് ഈക്വൽ ടു EA divided by 2.303 R into T2 minus T1 divided by T1 T2. എല്ലാവരും കാണാൻ പഠിക്കുക. log K2 divided by K1 is equal to EA divided by 2.303 R into T2 minus T1 divided by T1 T2. എല്ലാവരും ഒന്ന് കാണാൻ പഠിച്ചേടാ. log K2 by K1 is equal to EA divided by 2.303 R into T2 മൈനസ് T1 ഡിവൈഡ് ബൈ T1 T2. ഈ വലിയൊരു ഇക്വേഷൻ ഈ കാണുന്ന ആക്ടിവേഷൻ എനർജിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആക്ടിവേഷൻ എനർജി വിരിഞ്ഞു വരും. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും എഴുതി വെച്ചോ. വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 100 Kelvin ടു 110 Kelvin. എഴുതി വെക്ക്. വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 100 Kelvin ടു 110 Kelvin. 100 കെൽവിനിൽ ഉണ്ടായിരുന്ന ഒരു റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ 110 ഡിഗ്രി ആക്കി കൂട്ടിയപ്പോൾ റേറ്റ് ബിക്കംസ് ഡബിൾ. റേറ്റ് ബിക്കംസ് ഡബിൾ. ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് എഴുതിയത്. വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 100 Kelvin ടു 110 Kelvin റേറ്റ് ബിക്കംസ് ഡബിൾ. വാട്ട് ഈസ് ആക്ടിവേഷൻ എനർജി? വാട്ട് ഈസ് ആക്ടിവേഷൻ എനർജി? ആക്ടിവേഷൻ എനർജി എത്ര? എടാ മോനെ, റേറ്റ് എന്തായത്? ഡബിളായി. റേറ്റ് ഡബിളായി എന്ന് കേട്ടാൽ ഉറപ്പിച്ചോ K2 ഡിവൈഡ് ബൈ K1 എന്നതിൻ്റെ വാല്യൂ 2 എന്നാണ് അർത്ഥം. ഹൃദയത്തിലേക്ക്. റേറ്റ് ട്രിപ്പിളായി K2 ബൈ K1 3. റേറ്റ് 4 ടൈംസ് ആയി K2 ബൈ K1 4. റേറ്റ് ഹാഫ് ആയി K2 ബൈ K1 1/2. അപ്പോൾ K2 എന്താ K1 എന്താന്ന് പറയണ്ട. റേറ്റ് ഡബിളായി എന്ന് പറഞ്ഞാൽ മതി. K2 ബൈ K1ൻ്റെ വാല്യൂ 2 ആണെന്ന് മനസ്സിലായി. അപ്പോൾ റേറ്റ് ഡബിളാണ്. അപ്പോൾ ലോഗ് K2 ബൈ K1ൻ്റെ വാല്യൂ 2 is equal to EA divided by, മക്കളെല്ലാവരും നോക്കടാ. നിങ്ങൾ എന്നെ ഓവർടേക്ക് ചെയ്ത് എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിങ്ങൾ കുറേ ടൈം കളയും. 2.303 R. നിങ്ങൾ എന്നോട് പറ, ഈ R ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? ഹലോ, R ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. 8.314. അതും 2.303 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. അത് അപ്രോക്സിമേറ്റ്ലി 20 ആണ്. അപ്പോൾ അതാണ് കാണാതെ പഠിച്ചു വെച്ചാൽ ഒരുപാട് സമയം ലാഭിക്കാം. 19.8 എന്നൊക്കെ വരും. എടാ, ഭയങ്കരമായിട്ട് സമയം ലാഭിക്കാൻ പറ്റും. 2.303 R എന്ന് നിങ്ങൾ അവിടെ എഴുതണ്ട. പകരം 2.303 Rൻ്റെ മൊത്തം വാല്യൂ 20 ആണെന്ന് എഴുതി. ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡ് ബൈ T1 T2. T2 എത്ര? 110. T1 എത്ര? ആദ്യത്തത് 100. അപ്പോൾ 110ൽ നിന്ന് 100 പോകണം. 110 മൈനസ് 100 ഡിവൈഡ് ബൈ T1 T2. T1 എത്ര? 100 ഇൻറ്റു 110. കഴിഞ്ഞു. എടാ, log 2ൻ്റെ വാല്യൂ 0.3 ആണെന്ന് നിങ്ങൾക്കറിയാം. ആക്ടിവേഷൻ എനർജി ഡിവൈഡ് ബൈ 20 ഇൻറ്റു 110ൽ നിന്ന് 100 പോയാൽ ബാക്കി 10. താഴെ 100 ഇൻറ്റു 110. 0 കട്ടായിപ്പോയി. ദെൻ ആക്ടിവേഷൻ എനർജി ഈസ് ഈക്വൽ ടു, താഴെ കടന്ന ഈ കിടുതാപ്പുകളെല്ലാം ഇങ്ങോട്ട് പോകട്ടെ, 0.3 ഇൻറ്റു 20 ഇൻറ്റു 100 ഇൻറ്റു 11. അങ്ങനെയല്ലേ ഉണ്ടാവുക. 0.3 ഇൻറ്റു 26, 6 ഇൻ 100 600, 600 ഇൻറ്റു 11 6600. 6600 ജൂൾ ഈസ് ദി ആൻസർ. ഇതിനെ തന്നെ 6.6 കിലോ ജൂൾ എന്നും ഓപ്ഷനിൽ കാണാം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ആൻസറിൽ ഉണ്ടാവുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഫൈനലി ഒരു കാര്യം വേണമെങ്കിലും ഒന്നിങ്ങനെ എഴുതി വെച്ചോ. റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടറുകൾ. ഒന്ന് ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞു. മറ്റൊന്ന് ഞാൻ പറഞ്ഞു കാറ്റലിസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒക്കെ ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്പർ ഓഫ് കൊളീഷൻ കൂടുന്നു. കാറ്റലിസ്റ്റ് ഇടുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറയുന്നു. മൂന്നാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് നോക്കി. അപ്പോൾ മക്കളെ, നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1.
ഒന്ന് നോക്കിയേടാ, റേറ്റ് ലോ എക്സ്പ്രഷൻ, ഈ ഒരു റിയാക്ഷൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരാൾ എക്സസ് ആണെന്ന് ഇക്വേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് എക്സ്പ്രഷനിൽ അദ്ദേഹം ഉണ്ടാവില്ല, അഥവാ അദ്ദേഹത്തിൻ്റെ പവർ 0 ആയിരിക്കും. എനിത്തിങ് റേസ് ടു 0 1 ആണല്ലോ. അപ്പോൾ അതില്ലാത്ത റേറ്റ് ലോ എക്സ്പ്രഷൻ R is equal to K into concentration of C12H22O11 എന്ന് മാത്രമായിരിക്കും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഇൻ എ റിയാക്ഷൻ 2x gives y, concentration of x decreases from 3 moles per liter to 2 moles per liter in 5 minutes. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ, മോനെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഞാനതാ പറഞ്ഞത്, എക്സിൻ്റെ ടേമിലുള്ള റേറ്റ് ആണ് ഇവിടെ വേണ്ടത്. റേറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് മൈനസ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റിൻ്റെ റെസിപ്രോക്കൽ 1/2 ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അങ്ങനെയാണെങ്കിൽ മൈനസ് 1/2. എടാ, ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അപ്പം 3 മോൾസ് പെർ ലിറ്റർ 2 മോൾസ് പെർ ലിറ്റർ ആകുമ്പോൾ ചേഞ്ച് എത്രയാടാ? 2 - 3 ആണ്. ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം 5 മിനിറ്റുമാണ്. അപ്പോൾ പറഞ്ഞേ, -1/2 ഇൻറ്റു 2ൽ നിന്ന് 3 പോയാൽ -1 ഡിവൈഡഡ് ബൈ 5, മൈനസും മൈനസും കട്ടായി പോയി, ആൻഡ് ദി ആൻസർ ഈസ് 1/10. 1/10 എന്ന ആൻസർ നോക്കിയേടാ, 1/10 എന്ന് പറഞ്ഞാൽ 0.1 എന്നല്ലേടാ കറക്റ്റ് ആൻസർ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേടാ, ഇൻ ദി സീക്വൻസ് ഓഫ് എ റിയാക്ഷൻ A gives B, B gives C, C gives D, അതിൻ്റെയൊക്കെ റേറ്റ് കോൺസ്റ്റൻറ്റ് K1, K2, K3 തന്നിട്ടുണ്ട്. K3 ആണ് ഏറ്റവും വലുത്, K2 പിന്നെ K1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ഫാസ്റ്റർ എന്നല്ലേടാ. ഒരാളുടെ റേറ്റ് കോൺസ്റ്റൻറ്റ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ ഭയങ്കര ഫാസ്റ്റാണ്. K1 ആണ് ഇതിൽ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാര്യം K1ൻ്റെ വാല്യൂ ആണ് ഏറ്റവും കുറവ്. ദെൻ ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഓഫ് ദിസ് റിയാക്ഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ K1 വരുന്ന സ്റ്റെപ്പ് അതേതാ? A gives B എന്ന സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. നെക്സ്റ്റ് നോക്കിയടാ, റേറ്റ് ലോ ഫോർ ദി റിയാക്ഷൻ തന്നിട്ടുണ്ട്. റേറ്റ് ലോ ഇങ്ങനെയാണ് തന്നത്. വാട്ട് ഈസ് ദി ടോട്ടൽ ഓർഡർ ഓഫ് റിയാക്ഷൻ? ഓർഡർ കാണാൻ റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് നോക്കുക. C+D എന്ന് മാത്രമാണ്, M+N എന്ന് വരില്ല, X+Y എന്ന് വരില്ല എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് നേരത്തെ പഠിപ്പിച്ചു തന്നതാണ്. വാല്യൂ ഓഫ് ദി റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓൺലി, ഞാൻ നേരത്തെ പഠിപ്പിച്ചു. കാറ്റലിസ്റ്റ് എങ്ങനെയാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നത്? ബൈ ലോവറിങ് ആക്ടിവേഷൻ എനർജി, ശരിയല്ലേടാ? ഡിക്രീസ് ആക്ടിവേഷൻ എനർജി. ഇൻ ദി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ദി റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ഹാഫ് ലൈഫ് എങ്ങനെയാണ്? T half is equal to 0.693 by K, അല്ലെങ്കിൽ K is equal to T half is equal to 0.693 by K, അല്ലെങ്കിൽ K is equal to 0.693 by T half. So the answer is option 1. Direct question ആണ്. For the first order reaction half life is 14 second, 14 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം റിക്വയർഡ് ഫോർ ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ടു റെഡ്യൂസ് ദി 1/8 ഓഫ് ഇനീഷ്യൽ വാല്യൂ. മോനെ 1 എന്ന ഒരു കോൺസെൻട്രേഷനിലുള്ള ആൾ, വെറുതെ കേൾക്കടാ, വെറുതെ ഒന്ന് ശ്രദ്ധിക്ക്. ഒരാളുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 1 ആണെന്ന് വെറുതെ വിചാരിക്കുക. ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ അത് 1/2 ആവില്ലേ? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ പകുതിയായി മാറാനെടുക്കുന്ന സമയം. അപ്പോൾ പകുതിയായി മാറാനെടുക്കുന്ന സമയം കഴിയുമ്പോൾ പകുതിയായി മാറിയിട്ടുണ്ടാവും. ഒരു ഹാഫ് ലൈഫ് കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യടാ? ഒരു ഹാഫ് ലൈഫ് കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെയും പകുതിയാകും. എടാ 1/2ൻ്റെ പകുതി എത്രയാടാ? 1/4 അല്ലേ എടാ വരിക? ഒരു ഹാഫ് ലൈഫ് കൂടെ കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഒരു ഹാഫ് ലൈഫ് കൂടെ കഴിഞ്ഞാൽ 1/8 ആകും. 1/4ൻ്റെ പകുതി. ഇനി ഒരു ഹാഫ് ലൈഫ് കൂടെ കഴിഞ്ഞാൽ 1/16, ഇനി ഒരു ഹാഫ് ലൈഫ് കൂടെ കഴിഞ്ഞാൽ 1/32, ഒന്നുകൂടെ കഴിഞ്ഞാൽ 1/64. ഈ വാല്യൂസ് ഒക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ, നമ്മുടെ ആൻസർ ഇവിടെ റെഡിയാണ്. 1/8 ആയി മാറാൻ എത്ര സമയം എടുക്കുന്ന ചോദിച്ചേ. 1/8 ആയി മാറാൻ നിങ്ങൾ നോക്ക്, 3 ഹാഫ് ലൈഫ് അല്ലേടാ സമയം എടുക്കണേ. 3 ഹാഫ് ലൈഫിൻ്റെ ചിലവാണുള്ളത്. ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 1/2, നെക്സ്റ്റിൽ 1/4, നെക്സ്റ്റിൽ 1/8. അപ്പോൾ 3 ഹാഫ് ലൈഫാണ് നമുക്കിവിടെ 1/8 ആയിട്ട് മാറാൻ എടുക്കുന്നത്. 3 ഇൻറ്റു ഹാഫ് ലൈഫ് 14 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദി ആൻസർ ഈസ് 42 സെക്കൻഡ്. ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. ഇന്ന് നിന്നോട് 1/8 ചോദിച്ചിട്ട് നാളെ പിറ്റേന്നത് 1/16, 1/32, 1/64, 1/128, 1/256, 1/512 ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അങ്ങനെ പോയാൽ മതി എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. മറ്റു ഇക്വേഷൻസിലേക്കൊക്കെ കയറ്റി ഇറക്കി കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്റ്റെപ്പിലൂടെ ചെയ്ത് നോക്കലാണ്. നെക്സ്റ്റ് നോക്കിയേ കുഞ്ഞെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ സീറോ ഓർഡർ റിയാക്ഷൻ ഫോർ എവരി 10 degrees Celsius increase
rate gets doubled if the temperature increased from 10 degree to 100 degree. കാണാതെ പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാല്യൂ ആണ്. 512 ടൈംസ് ആയിട്ട് മാറും. അക്കോർഡിംഗ് ടു അറീനിയസ് ഇക്വേഷൻ സ്ലോപ്പ് ഓഫ് log k വേഴ്സസ് 1/t പ്ലോട്ട് പഠിപ്പിച്ചതാണ്. -EA/2.303 r. ഓപ്ഷൻ 1 ഈസ് ദി കറക്റ്റ് ആൻസർ. ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. ഓൾ ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് നേരത്തെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതല്ലടാ. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ നോക്കിക്കേടാ, റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് തന്നേക്കണോ നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ആണ്. ആ റേറ്റ് കോൺസ്റ്റന്റിന്റെ മോളിനെ ഒന്ന് ഞാനിവിടെ മാറ്റി എഴുതാണ്. മോൾ റേസ് ടു -2 ആണ്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റിൽ മോൾ റേസ് ടു 1 - n എന്നാണ് ജനറൽ ഇക്വേഷൻ. ആ 1 - n-ന്റെ വാല്യൂ ആണ് ഇവിടെ -2 എന്ന് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? -2 പുറത്തേക്ക് വരട്ടെ, അപ്പോൾ +2 ആകും. ഓപ്ഷൻ 3 എന്നാണ്, ഓർഡർ 3 എന്നാണ് വരിക. തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ് ഓപ്ഷൻ 3. യൂണിറ്റ് ഓഫ് ദി റേറ്റ് കോൺസ്റ്റന്റ് ഒബേയിങ് ദി റേറ്റ് എക്സ്പ്രഷൻ R = K × കോൺസെൻട്രേഷൻ ഓഫ് A⁻1 × കോൺസെൻട്രേഷൻ ഓഫ് B⁻2/3. എടാ 1ഉം 2/3 കൂട്ടിയാൽ എത്ര? അതല്ലേ അതിൻ്റെ ഓർഡർ. 1ഉം 2/3 കൂട്ടിയാൽ എത്രയോ ആയിക്കോട്ടെ, 1 + 2/3 എന്ന് തന്നെ എഴുതി വെച്ചോ. 1 + 2/3 ആണ് അതിൻ്റെ ഓർഡർ. അതിൻ്റെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, അത് വിട്. 1 + 2/3 ആണ് ഇപ്പോൾ ടോട്ടൽ ഓർഡർ. നമ്മൾ ഇക്വേഷൻ എന്താ? മോൾ റേസ് ടു കെയുടെ യൂണിറ്റാണ് ചോദിച്ചേട്ടോ, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റാണ് ചോദിച്ചേക്കുന്നത്. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1 അല്ലേടാ. അപ്പൊ മോൾ റേസ് ടു പറ 1 - n-ന് പകരം 1 + 2/3 എന്ന് എഴുതി. 1 + 2/3 ലിറ്റർ റേസ് ടു 1 + 2/3 -1, സെക്കൻഡ് റേസ് ടു -1. ഇവിടെ എല്ലാം n-ന്റെ വാല്യൂ ആയിട്ട് 1 + 2/3 എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മോൾ റേസ് ടു 1 - 1 0, അപ്പോൾ അത് പോയി മൈനസ് ഉള്ളിലേക്ക് കൊടുത്താൽ -2/3 എന്നാകും. ലിറ്റർ റേസ് ടു 1ഉം -1ഉം പോയി, ബാക്കി +2/3 എന്നാകും. സെക്കൻഡ് റേസ് ടു -1. സോ ദി ആൻസർ ഏതാടാ? മോൾ റേസ് ടു -2/3, ലിറ്റർ റേസ് ടു 2/3, ടൈം ഓർ സെക്കൻഡ് റേസ് ടു -1. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. ക്ലിയർ അല്ലേ? അങ്ങനെ മനസ്സിലാക്കിയിട്ട് റെഡിയാക്കി എടുക്കൂ. ഓൺ ഇൻക്രീസിങ് ദി ടെമ്പറേച്ചർ ബൈ 10 ഡിഗ്രി സെൽഷ്യസ്. ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും റേറ്റ് ഡബിൾ ആകും എന്നല്ലേടാ ഞാൻ പറഞ്ഞേ. റേറ്റ് ഡബിൾ ആകും എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആകും, അല്ലെങ്കിൽ സ്പെസിഫിക് റേറ്റ് ഡബിൾ ആകും എന്നാണ് അർത്ഥം. എടാ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്പർ ഓഫ് കൊളീഷൻ കൂടുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡബിൾ ആകുന്നുണ്ട് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആൻസർ 1 വരാത്തത്. നമ്പർ ഓഫ് കൊളീഷൻ കൂടുന്നുണ്ട്, പക്ഷേ 10 ഡിഗ്രി കൂടുമ്പോൾ നമ്പർ ഓഫ് കൊളീഷൻ എക്സാക്ട്ലി ഡബിൾ ആവുകയാണ് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആകുന്നുണ്ട്, അല്ലെങ്കിൽ റേറ്റ് ഡബിൾ ആകുന്നുണ്ട്. സോ ദി ആൻസർ ഓപ്ഷൻ 4. ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ഇൻ ജനറൽ ബൈ ഓൾ ദി ഫാക്ടേഴ്സ് എക്സെപ്റ്റ്. റേറ്റിനെ കൂട്ടാൻ സഹായിക്കാത്തത് ഏത്? കാറ്റലിസ്റ്റ് ഇട്ടാൽ റേറ്റ് കൂടും, ഇൻക്രീസിങ് ടെമ്പറേച്ചർ കൂട്ടിയാൽ റേറ്റ് കൂടും, ഇൻക്രീസിങ് ദി ആക്ടിവേഷൻ എനർജി പറ്റില്ല. ആക്ടിവേഷൻ എനർജി കുറച്ചാലല്ലേടാ റേറ്റ് കൂടുക. ഇൻക്രീസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എല്ലാം പറ്റും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. ആക്ടിവേഷൻ എനർജി കൂടുകയാണോ കുറയാണോ വേണ്ടത്? ആക്ടിവേഷൻ എനർജി കുറയണം, എന്നാലേ റേറ്റ് കൂടുകയുള്ളൂ. നെക്സ്റ്റ് നോക്കിക്കടാ, ആരാ? ടു ഇൻക്രീസ് ദി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നു? നേരത്തെ പഠിപ്പിച്ചതാണ്, ഡിക്രീസ് ആക്ടിവേഷൻ എനർജി. എക്സസ് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ദി റിയാക്റ്റന്റ് മോളിക്യൂൾ ടു അണ്ടർഗോ റിയാക്ഷൻ. ഒരു റിയാക്റ്റന്റ് മോളിക്യൂളിന് ഇനി ലഭിക്കേണ്ട എക്സസ് എമൗണ്ട് ഓഫ് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് കുഞ്ഞെ? ആക്ടിവേഷൻ എനർജി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആക്ടിവേഷൻ എനർജി ഫോർ സിമ്പിൾ A gives B reaction is EA in forward direction. Then the activation energy for reverse reaction ഞാൻ പഠിപ്പിച്ചതാണ്. ആക്ടിവേഷൻ എനർജി ഫോർ ഫോർവേഡ് റിയാക്ഷനും ആക്ടിവേഷൻ എനർജി ഫോർ ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവാം, ഗ്രേറ്റർ ആവാം, ലോവർ ആവാം. എൻഡോതെർമിക് ആണെങ്കിൽ എങ്ങനെയാ, എക്സോതെർമിക് ആണെങ്കിൽ എങ്ങനെയാന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ക്യാൻ ഗ്രേറ്റർ ഓർ ലെസ് ദാൻ, ക്യാൻ ബി ലെസ് ഓർ മോർ ദാൻ EA എന്ന ആൻസറാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പൊന്നുമക്കളെ, ആദ്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാണ്. നിങ്ങൾ ഒരു +2 വിദ്യാർത്ഥി ഇനി എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ കണ്ടതെങ്കിൽ നിങ്ങളോട് എനിക്ക് വാക്ക് തരാൻ പറ്റും മോനെ, കെമിക്കൽ കൈനറ്റിക്സിൽ ഇത് തന്നെ നിങ്ങൾ വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ചാപ്റ്ററിനെ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് എന്ന അവകാശവാദമല്ല ഞാൻ പറയുന്നത്. അവൈലബിളായ സമയം കൊണ്ട് മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റുക എന്നതല്ലേടാ ഇനി ബുദ്ധിപൂർവ്വം നമുക്ക് ചെയ്യാൻ പറ്റുക. ഡേറ്റ് ഫിക്സ്ഡ് ആണ്, എന്നാണ് എക്സാം എന്നത് ഫിക്സ്ഡ് ആണ്.
ആ ഫിക്സ്ഡ് ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് പറ്റിയതിൽ ഏറ്റവും മാക്സിമം പ്രിപ്പറേഷൻ, മാക്സിമം ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷൻ കാണിക്കണമെങ്കിൽ ഇത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ പൊന്നുമക്കളെ, CM അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട്. ക്രാഷ് കോഴ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമുണ്ട്. നിങ്ങൾ റിപ്പീറ്റർ ആണെങ്കിലും റിപ്പീറ്റർ ആണെങ്കിലും +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിലും മക്കളെ, അടുത്ത വർഷം 2026 നീറ്റ് പരീക്ഷ, കീമു പരീക്ഷ, JEE പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എക്സാമിന് ശേഷം തീരുമാനിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും CM അക്കാഡമി. ഈ കാണുന്നത് വെറും ഒരു ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ഒരു പ്രൊമോഷൻ മാത്രമാണ്. ഓഫ്ലൈനിൽ ഞങ്ങൾ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ A to Z കാര്യങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതുവരെ ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ എന്ത് നിലവിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങൾ എത്ര കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ശരി, നിങ്ങളുടെ നിലവാരം നോക്കിയല്ല ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്. അഡ്മിഷൻ ഓൾറെഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുകളിലേക്ക് ഞങ്ങൾ എല്ലാ വർഷവും അഡ്മിഷൻ എടുക്കാറുണ്ട്. അതിൽ നിന്ന് 20-30% വിദ്യാർത്ഥികൾ MBBS വാങ്ങിയിട്ട് പോകാറുമുണ്ട്. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും മലപ്പുറം ജില്ലയിലെ JEEയുടെ 1ാമത്തെ റാങ്ക്, ഫസ്റ്റ് റാങ്ക് CM അക്കാഡമി സ്റ്റുഡൻസിനാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് മെഡിസിൻ ആണെങ്കിലും എൻജിനീയറിങ്ങിനാണെങ്കിലും നിങ്ങൾക്ക് അടിസ്ഥാനപരമായി എന്തറിയാമെങ്കിലും അറിയില്ലെങ്കിലും നിങ്ങളെ അടുത്ത വർഷത്തെ പ്രിപ്പറേഷനിൽ ഏറ്റവും ബെസ്റ്റ് പ്രിപ്പറേഷൻ നടത്താൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വെറുതെ ഇരിക്കുമ്പോൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ചറപറ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നീട് കാണാം. താങ്ക് യു.